ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് നമ്മുടെ ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ഇന്നത്തെ ദിവസത്തേക്ക് നിങ്ങൾക്ക് കാർഡ്സ് എന്താ പറയുന്നത് നോക്കാം. ഓക്കെ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കാർഡ്സ് തരുന്ന മെസ്സേജ്, യൂണിവേഴ്സ് തരുന്ന മെസ്സേജ്, ലെറ്റ്സ് സീ. ഓക്കെ, കാർഡ്സ് എന്താ പറയുന്നത് നിങ്ങളോടുന്ന്? മജീഷ്യൻ, ബ്യൂട്ടിഫുൾ. Ace of Pentacles and one more card. Wow. 4-4. ഇത് നമുക്ക് 4-4 മാച്ച് വന്നതുകൊണ്ട് ഓക്കെ, ഇവിടെ കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ കാര്യങ്ങളായിരിക്കാം, കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇമോഷണൽ കാര്യങ്ങളായിരിക്കാം. കൂടുതലും ഇവിടെ ഫൈനാൻസ് ആണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ കരിയർ, ജോലി, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിൽ എല്ലാ കഴിവും ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് തന്നെ ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മജീഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് മാജിക് ചെയ്യുന്ന വ്യക്തി എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിച്ച് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്തും ഇല്ലാത്തതിൽ നിന്ന് പോലും നമ്മൾ എന്തെങ്കിലും ഒന്ന് എടുത്ത് കാണിക്കുക, അതല്ലേ മജീഷ്യൻ ചെയ്യുക അല്ലേ? നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇത് ചിലപ്പോൾ നമുക്ക് കാണില്ല, പക്ഷെ അവർ മാജിക്കായിട്ട് നമുക്ക് അതിൻ്റെ മുമ്പ് എന്തെങ്കിലും എടുത്ത് ഇങ്ങനെ കാണിച്ചൊക്കെ തരും അല്ലേ? സോ അതുപോലെയാണ് നിങ്ങളുടെ കഴിവ് എന്നാണ് പറയുന്നത്. അത് കൺകിട്ട വിദ്യ എന്നാണ്, പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ ശരിക്കത്തെ ഒരു മജീഷ്യൻ ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഓക്കെ, നിങ്ങൾക്ക് എന്തും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്ന രീതിക്കാണ് ഇവിടെ. ആൻഡ് ഇവിടെ ഏസ് ഓഫ് പെന്റിക്കിൾസ് ആൻഡ് 10 ഓഫ് പെന്റിക്കിൾസ് പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഒരു ഐഡിയ ആയിരിക്കാം, ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, ഒരു ജോലി ആയിരിക്കാം, കരിയറിൻ്റെ കാര്യമായിരിക്കാം, ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം, ഒരു വീട് വാങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ഒരു കാർ വാങ്ങുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ. ഇവിടെ എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി, അങ്ങനത്തെ വേണ്ട, പ്രോജക്റ്റ് വരുന്നു, നിങ്ങൾക്കൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. അതിനെ ഇവിടെ നിങ്ങളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പോകുന്ന 10 ഓഫ് പെന്റിക്കിൾസ് ആണ്. 10 ഓഫ് പെന്റിക്കിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് ദ ബെസ്റ്റ് എന്ന രീതിക്ക് എടുക്കാം. അതായത് ഫൈനാൻഷ്യലി നിങ്ങൾ ഗ്രോ ചെയ്യുക, ഫൈനാൻഷ്യലി നിങ്ങൾക്ക് സ്റ്റേബിൾ ആവുന്ന രീതിക്ക് അത് ഗ്രോത്ത് വരും. ശരിക്കും ഇത് 1 നിന്ന് 10 എത്തി എന്ന് വിചാരിക്കൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഗ്രോത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം സ്റ്റാർട്ട് ചെയ്താൽ പോലും അതിന് നല്ലൊരു വലിയ റിസൾട്ടായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. സോ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്നുണ്ട്. ആൻഡ് ഇവിടെ മെയിനായിട്ട് ഓക്കെ, ഇതിവിടെ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വരുന്ന പോലെയാണ്. ജോലിയിൽ കുറച്ചുകൂടി സ്റ്റേബിളായിട്ടൊരു ജോബ്, നല്ലൊരു ജോബ്, അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ കിട്ടുന്ന രീതിക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ പ്രൊമോഷൻ, ഓക്കെ, അല്ലെങ്കിൽ പുതിയൊരു കാര്യം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കുറച്ചുകൂടി ബെറ്റർ ഓഫർ വരിക. ഓക്കെ, ഇത് കുറച്ച് പേർക്ക് ഇവിടെ ഒരു മാരേജ് ഓഫർ കൂടി പറയുന്നുണ്ട്. സോ മാരേജ് എന്ന രീതിക്കാണെങ്കിൽ അതായത് ഒരു സ്റ്റേബിൾ ആയിട്ടൊരു ഓഫർ വരും. ആൻഡ് ആ ഓഫർ നിങ്ങൾക്ക് ഒരു ഫാമിലി ബിൽഡ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട്, അതായത് മാരേജിൻ്റെ പോസിബിലിറ്റി വളരെ ഹൈ ആണ് കുറച്ച് പേർക്ക്, എല്ലാവർക്കും അല്ല. അല്ലാത്തവർക്ക് ഇവിടെ കൂടുതലും കരിയറിൻ്റെയൊക്കെ ഓപ്പർച്യൂണിറ്റിയാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ ആ പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു ഏർണിംഗ് വരും എന്ന രീതിക്കാണ്. ഓക്കെ, ആ പഠിക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് നിങ്ങൾക്ക് 100 ടൈംസ് നിങ്ങൾക്ക് അതിൻ്റെ ബെറ്റർ ആയിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നമ്മൾ പറയും പഠിക്കാൻ ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് തിരിച്ച് ഇങ്ങോട്ട് ബെനിഫിറ്റ് ആയിട്ട് കാണും തീർച്ചയായിട്ടും. ആൻഡ് ഇവിടെ ബിസിനസ്സിലാണെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ബിസിനസ് നല്ലോണം പ്രോഗ്രസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അഗൈൻ നിങ്ങളൊരു ലെഗസി ബിൽഡ് ചെയ്യുന്ന പോലെയാണ്. അതായത് നിങ്ങളുടെ ഫാമിലി അടക്കം നിങ്ങൾ സ്റ്റേബിളായിട്ട് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഫാമിലിക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക. അതിപ്പോൾ ഈവൻ മാരീഡ് ആവണം നിർബന്ധമില്ല. മാരീഡ് ആണെങ്കിൽ യെസ്, നിങ്ങളുടെ ഫാമിലി ബിൽഡ് ചെയ്യുന്ന പോലെ, ഓക്കെ, മക്കൾ, അടുത്ത ജനറേഷൻ വരെ ഓക്കെ ബിസിനസ്സൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബിസിനസ് കൊണ്ട് തലമുറകൾ വരെ നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾ മാരീഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി പാരൻസ്, അച്ഛനമ്മമാർ എല്ലാവർക്കും ഒരു നല്ല രീതിക്ക് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എല്ലാവരെയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കും. ആ രീതിക്കുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യുന്ന രീതിക്കാണ്. ഓക്കെ, പക്ഷെ ഇവിടെ എന്താണ് തടസ്സങ്ങളില്ലാതിരിക്കില്ലല്ലോ. ഓക്കെ, ഇവിടെ തടസ്സങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ വരുന്നു അല്ലെങ്കിൽ ഒരു ഓഫർ വരുന്നു എന്ന് വിചാരിക്കും. ഓക്കെ, പക്ഷേ നിങ്ങൾ അതിനെ എടുക്കാൻ മടിക്കുകയാണ്. ഇവിടെ 4 ഓഫ് പെന്റിക്കിൾസും 4 ഓഫ് കപ്സും പറയുന്നത് നിങ്ങൾ മുമ്പിൽ വരുന്ന ഓഫർ നിങ്ങൾക്കൊരു ഡൗട്ട്, അത് എടുക്കണോ വേണ്ടേ എന്നുള്ളൊരു ഡൗട്ട്. കാരണം നിങ്ങൾ മേ ബി ആഗ്രഹിക്കുന്ന വേറെ എന്തെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവാം വേറെ എന്തെങ്കിലും വരാൻ. ഓക്കെ, അല്ലെങ്കിൽ എന്തോ നിങ്ങൾക്ക് ആ വരുന്ന ഒരു ഓഫർ അല്ലെങ്കിൽ വരുന്ന ഒരു കാര്യം നിങ്ങൾക്കതിനെ വിശ്വസിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് വേണോ, നിങ്ങൾക്കൊരു ഇവിടെ ഡിസ്ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ
അതിൽ താല്പര്യമില്ലാത്ത പോലെ, അല്ലെങ്കിൽ അത് വേണോ എന്നുള്ളൊരു ചിന്ത, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയാം. നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഓഫർ നിങ്ങൾ കാണുന്നില്ല, നിങ്ങളുടെ ചിന്തകൾ വേറെ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ഇല്ലാത്തതിലേക്കാണ് ചിന്ത പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ചില കാര്യങ്ങളിലേക്കായിരിക്കാം നിങ്ങളുടെ ചിന്ത പോകുന്നത്. ഓക്കെ, പക്ഷേ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരു ഓഫർ അത് ആക്ച്വലി നിങ്ങൾക്ക് വളരെ നല്ല ഒരു കാര്യമാണ് കൊണ്ടുവരുന്നത്. ഇവിടെ ഒരു കൈ നീണ്ടു വരുന്നുണ്ട്, ബാക്കി 3 കപ്പ് മേ ബി നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ല എന്നായിരിക്കാം. ബട്ട് എന്തായാലും ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്നൊരു കാര്യമാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. എന്തും ശ്രമിക്കാൻ തയ്യാറാവൂ എന്ന രീതിക്കാണ്. ഓക്കെ, ഈ 4 ഓഫ് പെന്റിക്കിൾസ് നമ്മൾ നോർമലി പറയുന്ന എല്ലാം അങ്ങനെ അടക്കി വെക്കുക, മനസ്സിൽ വെക്കുക, യുനോ പണമായാലും ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ മടിക്കുക, അങ്ങനത്തെ രീതിക്കൊക്കെ ആയിരിക്കും. കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെടരുത് എന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഉള്ളതിനെ നമ്മളിങ്ങനെ അടക്കി വെക്കാൻ ശ്രമിക്കുന്ന പോലെയൊക്കെയാണ്. പക്ഷേ ഇവിടെ നിങ്ങളോട് പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്, ശ്രമിക്കൂ, തയ്യാറാവൂ എന്ന രീതിക്കാണ്. ഓക്കെ, മേ ബി അതിന് വേണ്ടി കുറച്ച് നിങ്ങൾക്ക് അങ്ങോട്ട് പണം മുടക്കേണ്ടി വരാം, പക്ഷെ അത് നിങ്ങൾക്ക് നല്ല ഇനായിരിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ ആ ഓഫർ ഐ തിങ്ക് കാണാതെ പോകരുത്. ഓക്കെ, വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നിങ്ങൾ ഐ തിങ്ക് ഇപ്പോൾ ഈ നമ്മൾ ഈ റീഡിങ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രമിക്കാതെ നിങ്ങൾ നോ പറയണ്ട. ഓക്കെ, ഒന്ന് ശ്രമിക്കാനെങ്കിലും തയ്യാറാവൂ. നിങ്ങൾക്ക് ബെറ്റർ എന്തെങ്കിലും ഒരു നല്ലൊരു അവസരമായിരിക്കും എന്ന രീതിക്ക് തോന്നുന്നുണ്ട്. സോ ശ്രമിക്കാതിരിക്കരുത് എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങളുടെ നെഗറ്റീവായിട്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഇരിക്കുന്നുണ്ട് ഇപ്പോൾ. നിങ്ങൾ ഐ തിങ്ക് മേ ബി പേടി കൊണ്ടായിരിക്കാം. ഓക്കെ, ശ്രമിക്കാനുള്ള പേടിയായിരിക്കാം, അല്ലെങ്കിൽ പണം നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയായിരിക്കാം. ഇൻവെസ്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ കുറച്ചേ ഉള്ളൂ, അത് ഇൻവെസ്റ്റ് ചെയ്താൽ ശരിയാവുമോ എന്നുള്ള ചിന്തയായിരിക്കാം. ഈവൻ എനർജി, നിങ്ങളുടെ സമയം എന്ത് തന്നെ ആയാലും. ഓക്കെ, ഇവിടെ സാധാരണ നമ്മൾ പറഞ്ഞല്ലേ അങ്ങനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്ന പോലെ. സോ ആ രീതിക്ക് ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങളോട് പറയുന്ന ഒന്ന് ട്രൈ ചെയ്യാൻ തയ്യാറാവൂ, ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവൂ എന്ന രീതിക്കാണ്. സോ ആൻഡ് ഇവിടെ 4 ഓഫ് കപ്സും പറയുന്നുണ്ട് നിങ്ങൾ വരുന്ന ഓഫർ നിങ്ങൾ കാണാതെ പോകരുത്. ഓക്കെ, മീൻസ് ശ്രദ്ധിക്കാതെ പോകരുത്, നിങ്ങൾക്ക് നഷ്ടപ്പെടരുത്. ഓക്കെ, സോ ബി കെയർഫുൾ. ഒരു നല്ല അവസരമാണ് വരുന്നത്, ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത്. ബി റെഡി ടു ടേക്ക് ഇറ്റ് എന്നാണ്. ഓക്കെ, പഠിക്കാൻ അവസരമായാലും ശരി, ജോലിക്ക് അവസരമായാലും ശരി, ബിസിനസ്സിനായാലും, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനായാലും, ഐഡിയാസ് ആയാലും, അല്ലെങ്കിൽ ആരെങ്കിലും ചിലപ്പോൾ പെട്ടെന്നൊരു ഓഫറുമായിട്ട് വരുമായിരിക്കാം. ഓക്കെ, സോ പെട്ടെന്ന് നോ പറയണ്ട, ചിന്തിക്കാതെ എടുത്തു ചാടി ഒരു നോ എന്ന് പറഞ്ഞേക്കണ്ട. ആൻഡ് കുറച്ച് നന്നായിട്ട് ആലോചിച്ച് നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾ കുറച്ച് അഡ്വൈസ് കൂടി എടുക്കാം. ഐ ഡിസേർവ് ദ ബെസ്റ്റ് ആൻഡ് ഐ ആക്സെപ്റ്റ് ദ ബെസ്റ്റ് റൈറ്റ് നൗ. ഓക്കെ, യു ഡിസേർവ് ദ ബെസ്റ്റ് എന്ന് നിങ്ങൾ നിങ്ങൾക്ക് ചില സമയത്ത് എന്ത് തോന്നുന്നു അറിയാം നമുക്കൊക്കെ. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഇതുപോലെ ഓഫറൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നല്ല കാര്യമായിരിക്കും, നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും, ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ എന്ന് തോന്നും. പക്ഷേ അവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത കയറി വരും, ഞാനിത് അർഹിക്കുന്നുണ്ടോ എന്ന രീതിക്ക് നിങ്ങളുടെ ഉള്ളിൽ തോന്നൽ വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ വരുന്ന ഓഫറിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. ഇത് നല്ലതിന് തന്നെയാണോ, ഞാനിത് അർഹിക്കുന്നുണ്ടോ, ഇത്രയൊക്കെ എനിക്ക് കിട്ടാനുള്ള അർഹതയുണ്ടോ എന്ന രീതിക്കൊക്കെ നിങ്ങളുടെ മനസ്സിൽ തോട്ട്സ് വന്നു പോകും. ഓക്കെ, സോ അത് കാരണം ചില ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് മിസ്സാവും. അതുകൊണ്ട് സൂക്ഷിക്കുക. സോ ഐ ഡിസേർവ് ദ ബെസ്റ്റ് ആൻഡ് ഐ ആക്സെപ്റ്റ് ദ ബെസ്റ്റ് റൈറ്റ് നൗ എന്ന് പറഞ്ഞു തുടങ്ങുക നിങ്ങൾ. ഓക്കെ, നിങ്ങളിലേക്ക് ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് വരുന്നത്, ഡോണ്ട് വറി. ഓക്കെ, ആൻഡ് നിങ്ങൾ അങ്ങനെ ആ രീതിക്ക് നിങ്ങളുടെ ചിന്താഗതി ഒന്ന് മാറ്റി തുടങ്ങാം. ഞങ്ങൾ അർഹിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്കെപ്പോഴും മോശമായിട്ടേ വരുള്ളൂ. സോ അങ്ങനെ നിങ്ങൾ ആ ഒരു നെഗറ്റീവ് തോട്ടിൽ നിങ്ങൾ ഇരിക്കരുത്. ഐ ഡിസേർവ് ദ ബെസ്റ്റ് എന്ന് നിങ്ങൾ അവനവനോട് പറയാം. പക്ഷേ അഫർമേഷനായിട്ട് യൂസ് ചെയ്തോളൂ, ഞാൻ പറയാൻ മറന്നു. ഐ ഡിസേർവ് ദ ബെസ്റ്റ് ആൻഡ് ഐ ആക്സെപ്റ്റ് ദ ബെസ്റ്റ് റൈറ്റ് നൗ എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ അർഹിക്കുന്നുണ്ട് എന്ന് യൂണിവേഴ്സിനോട് പറയാം. ആൻഡ് അർഹിക്കുന്ന യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരുകയും ചെയ്യും. ഐ അപ്രോച്ച് അതേഴ്സ് വിത്ത് ലവ്, റെസ്പെക്റ്റ് ആൻഡ് അക്സെപ്റ്റൻസ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എല്ലാ കാര്യത്തിനെയും ഒരു സ്നേഹത്തോടെയും റെസ്പെക്റ്റോടെയും അപ്രോച്ച് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അക്സെപ്റ്റൻസ്, ഓക്കെ, എന്തും സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന രീതിക്കുമാണ്. ഐ അപ്രോച്ച് അതേഴ്സ് വിത്ത് ലവ്, റെസ്പെക്റ്റ് ആൻഡ് അക്സെപ്റ്റൻസ്. ഓക്കെ, മറ്റുള്ളവർ എങ്ങനെയാണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നും കൂടിയാണ്. ഓക്കെ, സോ മേ ബി ഇതിപ്പോൾ അഗൈൻ ഓഫർ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ മേ ബി അവിടെ നിങ്ങൾ കുറച്ചൊന്ന് തുറന്ന മനസ്സോടെ ഓരോ വ്യക്തികളും ഓരോ തരത്തിലായിരിക്കും. ചിലപ്പോൾ ഒരു അക്സെപ്റ്റൻസിൻ്റെ ആവശ്യം ഉണ്ടാവും. അതിനെ കൂടി ആയിരിക്കാം നമ്മൾ പറയുന്നത്. ഓപ്പൺ മൈൻഡഡ് ആവാൻ പറയുന്നുണ്ട് നിങ്ങളോട്, അതാണ് മെയിനായിട്ട്. ഓക്കെ, ആൻഡ് ഐ ആം വില്ലിങ് ടു റിസീവ് വിത്ത് ഈസ്. നമ്മളുടെയൊക്കെ മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും എളുപ്പത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടാവും. ഓക്കെ, എപ്പോഴും നല്ലതാണ് എന്നല്ല ഞാൻ പറയുന്നത്. ചില സമയത്ത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും, നിങ്ങൾ ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ടാവും ഒരുപാട്. അപ്പോൾ ചില സമയത്ത് യൂണിവേഴ്സ് നമുക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും
പെട്ടെന്ന് കൊണ്ടുവന്ന് തരും. ഓക്കെ, സോ അങ്ങനെ തരുമ്പോൾ പക്ഷെ നമ്മുടെ മനസ്സിലെന്താണ്, നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെയൊക്കെ ഉള്ളിൽ എല്ലാവരും ഇട്ട് വെക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്താലേ നമുക്ക് എന്തെങ്കിലും നല്ലത് കിട്ടുള്ളൂ എന്ന രീതിക്ക് നമ്മുടെ ഉള്ളിലൊരു ചിന്താഗതി ഉണ്ടാവും. ഇവിടെ യൂണിവേഴ്സ് നമുക്ക് അപ്പോൾ എന്തെങ്കിലും എളുപ്പത്തിലൊക്കെ നമുക്ക് കിട്ടുമെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഡൗട്ടുകൾ വരികയാണ്. ഓക്കെ, അങ്ങനെ ഇത്ര എളുപ്പത്തിൽ കിട്ടിയോ, ഇതെങ്ങനെ സംഭവിച്ചു, അതെങ്ങനെ വന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരത് പറയുകയും ചെയ്യും. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ഉള്ളിലും ആ ഒരു ഇത് കയറി വരും, അല്ലേ, ഡൗട്ട്സ് കയറി വരും. ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഐ എം വില്ലിങ് ടു റിസീവ് വിത്ത് ഈസ് എന്നാണ് പറയുന്നത്. അതായത് എളുപ്പത്തിൽ എനിക്ക് വേണ്ടതെല്ലാം എനിക്ക് കിട്ടും എന്നാണ് പറയുന്നത്. സോ ഇവിടെ ഇവിടെ നോക്കിക്കോളൂ, ഞാൻ പറഞ്ഞു 1 എന്നുണ്ടെങ്കിൽ നേരെ 10ലേക്കാണ് ജമ്പ് ചെയ്യുന്നത്. 2, 3, 4 ഒന്നും ഇവിടെ കാണുന്നില്ല. സോ ദാറ്റ് മീൻസ് ആക്ച്വലി ആ ഗ്രോത്ത് അങ്ങനെ ആയിരിക്കും. നിങ്ങൾ എന്താണോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അത് അങ്ങനെ ആയിരിക്കും അതിൻ്റെ ഗ്രോത്ത് കാണാൻ പോകുന്നത്. സോ അപ്പോൾ ഇവിടെ മേ ബി നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ എളുപ്പത്തിലായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ശരിക്കും അത് അർഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, യൂണിവേഴ്സായിട്ടൊരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾക്ക് തരുവാണ്. നിങ്ങൾ ഇത്രയും കാലം ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ഒരു നല്ലൊരു ബ്ലെസ്സിങ് ആയിട്ട് യൂണിവേഴ്സ് തരുന്ന കാര്യമാണ് ഐ എം വില്ലിങ് ടു റിസീവ് വിത്ത് ഈസ്. അതായത് എളുപ്പത്തിൽ എനിക്ക് എന്തെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് നേടാൻ സാധിക്കും. ആൻഡ് ഐ എം വില്ലിങ് ടു റിസീവ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഞാൻ റിസീവ് ചെയ്യാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത്. ഞാൻ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്, എന്ത് വന്നാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന രീതിക്ക്. ഓക്കെ, സോ ഇതൊക്കെ അഫർമേഷൻസ് ആയിട്ട് കൂടി യൂസ് ചെയ്യൂ. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ സ്പെഷ്യലി ഒരു ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ് ആണ് എനിക്ക് കാണുന്നത്. അത് നിങ്ങളുടെ ആഗ്രഹിച്ച കാര്യം തന്നെയാണ്, നിങ്ങൾ തന്നെ ചെയ്ത് നേടുന്നതുമാണ്. അറ്റ് ദ സെയിം ടൈം അത് യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ് കൂടിയാണ്. കാരണം നിങ്ങളുടെ ആ ഒരു സ്ട്രഗിൾസ് ഒക്കെ കണ്ടിട്ടുണ്ട് യൂണിവേഴ്സ്, നിങ്ങൾ ചെയ്തൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. ഓക്കെ, സോ മനസ്സ് തുറന്ന് ആക്ച്വലി ഇവിടെ കണ്ട പോലെ മനസ്സ് തുറന്ന് സ്വീകരിക്കാൻ തയ്യാറാവാം. ഓക്കെ, സോ എല്ലാം നിങ്ങൾക്ക് നല്ലത് വരട്ടെ, നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.